വിപിൻ, നമ്മൾ ആ നടക്കുന്ന CCTV ദൃശ്യങ്ങൾ അത് സംബന്ധിച്ച് സുർജിത്ത് ഇപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് അതിജീവന പാതയിലാണല്ലോ ചൂരൽമല. ഇന്നത്തെ കാഴ്ചകൾ, ആ അതിജീവനത്തിന്റെ വാർത്തകൾ എന്തൊക്കെയാണ് വിപിൻ? ഉന്മേഷ്, പ്രധാനമായിട്ടും ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളത് 530ഓളം കുടുംബങ്ങളാണ്. ഈ 530 കുടുംബങ്ങളിലായി ഏകദേശം 1000-ലേറെ ആളുകളുമുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ആശങ്കകൾ, ഇനി അങ്ങോട്ടേക്കുള്ള ജീവിതം, ഇതിലാണ് ഇനി അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ വേണ്ടത്. എത്രയും വേഗം അവർക്ക് സഹായങ്ങൾ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത്. സർക്കാരിൻ്റെ അടിയന്തര ധനസഹായമായിട്ടുള്ള 10,000 രൂപ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് 614 പേർക്കാണ് ഇതിനോടകം നൽകിയിരിക്കുന്നത്. ഇനിയും ആ പണം കിട്ടാനുള്ളവരുണ്ട്. അതായത് ഇന്നത്തേക്ക് 20 ദിവസമായി. ഇത് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് നൽകുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് അത് എടുത്ത് ആണ് നൽകുന്നത്. ഈ 20 ദിവസവും 10 രൂപ പോലും കയ്യിൽ എടുക്കാനില്ലാതെ അത്രയും അന്ന് രാത്രി ദയനീയമായി ഇവിടെ നിന്നും വിട്ടുപോയ ആളുകളാണ്. അപ്പോൾ എത്രയും വേഗം അവർക്ക് ആ പണം എത്തിക്കുക എന്നുള്ളതാണ് ആദ്യ ലക്ഷ്യമായി തന്നെ എടുക്കേണ്ടത്. അതിലിപ്പോൾ 614 പേർക്ക് ആ തുക കൊടുത്തു കഴിഞ്ഞു. അതിൽ നിന്ന് തന്നെ ചില ബാങ്കുകൾ EMI പിടിച്ചു എന്നുള്ള പരാതികളും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ഏറ്റവും ആദ്യഘട്ടത്തിൽ തന്നെ പരിഹരിക്കേണ്ടതാണ്. അതിൽ ബാങ്കുകളെ സംബന്ധിച്ച് ബാങ്കുകളുടെ ബാങ്കേഴ്സ് സംസ്ഥാന തല സമിതി നാളെ യോഗം ചേരുന്നുണ്ട്. അത് ഈ മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഇപ്പോൾ കേരള ബാങ്ക് മാത്രമാണ് ഒരു നിലപാടെടുത്തിരിക്കുന്നത്. മരിച്ചവരുടെയും വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടവരുടെയും വായ്പ എഴുതി തള്ളുക എന്നൊരു തീരുമാനത്തിലേക്ക് കേരള ബാങ്ക് മാത്രമാണ് കടന്നിരിക്കുന്നത്. മറ്റു ബാങ്കുകളിലേക്കും ഇവിടെ ഈ ചൂരൽമലയിൽ ഉണ്ടായിരുന്ന ഗ്രാമീൺ ബാങ്ക് ഉൾപ്പെടെയുള്ളവയിലാണ് പ്രധാനമായും ഇവരുടെയൊക്കെ അക്കൗണ്ട് ഉള്ളതും ഈ കടകളും വീടുകളും എടുത്തതിലൂടെ വായ്പകളുള്ളതും എല്ലാം. ഇത് എഴുതി തള്ളണം, ഇത് പൂർണ്ണമായും എഴുതി തള്ളണം എന്നുള്ളൊരു ആവശ്യമാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. അക്കാര്യത്തിലൊക്കെ നാളെ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതും നാളത്തെ യോഗം വളരെ നിർണായകമായ ഒന്നാണ്. മറ്റൊന്നുള്ളത് ഈ DNA ടെസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. DNA ടെസ്റ്റ് 401 DNA ടെസ്റ്റുകൾക്ക് അതിനോടകം കൊടുത്തിരിക്കുന്നത്. ഇന്ന് 128 പേരെ ആയിരുന്നു ഇന്നലെ വരെ കാണാതെ ഇരുന്നത്, ഇനിയും കണ്ടെത്താനുണ്ടായിരുന്നത്. അതിൻ്റെ കരട് പട്ടിക ഇപ്പോൾ സർക്കാർ പുതുക്കിയിട്ടുണ്ട്. അത് 119ആയി കുറഞ്ഞിട്ടുണ്ട്. അതായത് 9 പേരുടെ DNA ടെസ്റ്റിലൂടെ ആരാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അക്കാര്യങ്ങൾ മന്ത്രിസഭാ ഉപസമിതിക്ക് ശേഷമായിരിക്കും ഒരു വിശദീകരണം ഉണ്ടാവുക. ആരാണ് എന്നതിനെ സംബന്ധിച്ചുള്ളൊരു വിശദീകരണം ഇനി ഉണ്ടാവുകയുള്ളൂ. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു അദാലത്ത് വരും ദിവസങ്ങളിൽ തന്നെ ഇവിടെ വെച്ച് നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന വെള്ളാർമല സ്കൂളായാലും അതുപോലെ തന്നെ മുണ്ടക്കൈ സ്കൂളായാലും അവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളത് പ്രധാനമാണ്. 600ഓളം കുട്ടികൾ ഈ 2 സ്ഥലങ്ങളിലായി ദുരിതബാധിതരായി ഇപ്പോൾ ക്യാമ്പുകളിലുണ്ട്. അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഇന്നത്തെ ഒരു തെരച്ചിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ NDRFും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ യൂണിറ്റുമാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്. അത് ഈ പടവെട്ടിക്കുന്ന് എന്നൊരു പ്രദേശത്താണ് ഇന്ന് ഫയർഫോഴ്സിൻ്റെ തിരച്ചിൽ നടന്നത്. അതായത് ഇതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രത്തിലെ ആ ഒരു പ്രദേശത്ത് മാത്രമാണ്. ഇന്ന് കൂടുതൽ ആളുകൾ അവരുടെ വീടുകളിലേക്ക് എത്തുകയും അവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് തിരഞ്ഞ് വരികയും ചെയ്യുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അവരെ സഹായിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമായും ഫയർഫോഴ്സ് ചെയ്തത്. കാരണം അവരുടെ കാറ് പൂർണ്ണമായും മണ്ണിൽ പുതഞ്ഞു കിടക്കുന്നു, അല്ലെങ്കിൽ വീടുകൾ ഇരുന്ന സ്ഥാനത്ത് അവിടുന്ന് എന്തെങ്കിലും പ്രധാനപ്പെട്ട രേഖകളോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള സാധനങ്ങളോ ഉണ്ടെങ്കിൽ അത് തിരയാനൊരു സഹായം എന്ന രീതിയിലാണ് ഇന്ന് ഫയർഫോഴ്സ് പ്രവർത്തിച്ചത്. അവർക്കൊരു അറിയിപ്പ് ലഭിക്കുന്നത് വരെ ഈ രീതിയിൽ ഇങ്ങനെ ഇവിടേക്ക് കുടുംബങ്ങൾ വന്ന് അവരുടെ വീടിരുന്ന സ്ഥലങ്ങൾ തിരയുന്ന സ്ഥലത്ത് പ്രധാനമായും സഹായിക്കുക എന്നുള്ളതായിരിക്കും ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോഴത്തെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിലേക്ക് മാറുന്നുണ്ട്. ഒരു ഉച്ചവരെ വെയിലാണെങ്കിൽ അതിനുശേഷം ഒരു മഴയുടെ സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു കാലാവസ്ഥയും. ഉന്മേഷ്, വിപിൻ C. വിജയനാണ് വിവരങ്ങൾ നൽകിയത്.